Hello, my dear students. Welcome. JEE 2025 ജാനുവരി സെഷൻ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജാനുവരി സെഷൻ 22 ജാനുവരിയുടെ ഷിഫ്റ്റ് 2 ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ സെഷൻ ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ആട്ടോ ഞാൻ പറയുന്നത്. 2024 വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 2024 ഒരു സ്റ്റാൻഡേർഡും, എന്നാൽ ജാനുവരി ഇപ്രാവശ്യം 2025 ജാനുവരി 28th 29th ഷിഫ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആണ് ഈ ഷിഫ്റ്റ്. കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പാളിപ്പോയവർക്ക് എവിടേക്കാണ് തെറ്റ് വന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോംപ്രിഹെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. അധികം സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ജനുവരി 2025 ജനുവരി 22nd 2025 ഷിഫ്റ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ഫോക്കസ്ഡ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ഡൈപോൾ മൊമെന്റ്. ഇത് പലരും വിചാരിക്കും, സർ ഇത് ലോജിക്കലി നമുക്ക് സോൾവ് ചെയ്തുകൂടെ, അതായത് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ? മക്കളെ കുറച്ച് പാടാണ്. ഓക്കെ, കാര്യം തന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു റിലേഷനും ഇല്ലാതെ HBr തന്നിട്ടുണ്ട്, H2S തന്നിട്ടുണ്ട്, NF3 തന്നിട്ടുണ്ട്, CHCl3 തന്നിട്ടുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് ഇത്. അപ്പം നിങ്ങൾ ചോദിക്കാൻ, സാർ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇത് NCERT ടേബിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അഗെയിൻ പ്രൂവിങ് ദ ഫാക്ട് ദാറ്റ് NCERT ടേബിൾസ് JEE മെയിൻസിന് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. അവർ ക്വസ്റ്റ്യൻസ് റൺഔട്ട് ആയത്, അതായത് ക്വസ്റ്റ്യൻസിൻ്റെ ക്ഷാമം കൊണ്ടാണോ എന്ന് അറിയില്ല, ടേബിൾസിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരാറുണ്ട് മക്കളെ. സോ ടേബിൾസ് നമ്പേഴ്സ് ഓർത്ത് വയ്ക്കേണ്ട, ഓർഡർ. ഇപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഓർഡർ ഈ ടേബിളിൽ കെമിക്കൽ ബോണ്ടിങ്ങിലെ ടേബിൾ 4.5 ആണിത്. ഡൈപോൾ മൊമെൻ്റ് ഓർഡേഴ്സ് ഓർത്ത് വയ്ക്കാൻ നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയുണ്ട്? HBr ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം, കുറച്ചും കൂടി ഡാർക്കർ കളർ യൂസ് ചെയ്യാം. HBr ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? H2S ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? NF3 ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ക്ലോറോഫോം ഉണ്ട്, CHCl3 ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേടാ, ഇതിൽ ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻ്റ് ഉള്ളത് ആർക്കാണ്? ക്ലോറോഫോം ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് H2S ആണ്, അത് കഴിഞ്ഞിട്ട് HBr, അത് കഴിഞ്ഞിട്ട് NF3. അപ്പം നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ക്ലോറോഫോം, H2S, HBr, NF3 ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇത് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. നാല് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ്, 4 ഡിഫറെൻറ്റ് ഷേപ്പുള്ള. ഇപ്പോൾ NF3 എടുക്കുകയാണെങ്കിൽ പിരമിഡലാണ്, HBr എടുക്കുകയാണെങ്കിൽ ലീനിയർ ആണ്, H2S എടുക്കുകയാണെങ്കിൽ ബെൻറ്റ് ആണ്, CHCl3 എടുക്കുകയാണെങ്കിൽ ടെട്രാഹെഡ്രലാണ്. സോ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ്. അങ്ങനെ ഡയറക്റ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഡയറക്റ്റ്ലി ഫ്രം ദ ടേബിൾ തന്നെയാണ് മക്കളെ വാല്യൂസ് വരുന്നത്. ഓക്കെ, സോ ടേബിൾസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ഡൈപോൾ മൊമെന്റ് എന്ന സെക്ഷൻ.